ഇന്ന് നമുക്ക് പൊങ്ങും കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കിയാലോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡിനേക്കാളും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് സലാഡാണ്. നല്ല ടേസ്റ്റുമാണ്. നല്ല കഴിക്കാൻ തന്നെ ഒരു വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണത്. നമുക്ക് കഴിക്കാൻ പിന്നെയും തോന്നുന്ന ഒരു മൂഡ് തോന്നുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. പിന്നെ കഴിക്കാൻ പാടുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും കഴിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാവർക്കും, വലിയ ആൾക്കാർക്കും ചെറിയവർക്കും ഇത് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ്. നല്ല ഹെൽത്തിയാണിത്, നല്ല ടേസ്റ്റുമാണിത്. ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ ഇതേപോലെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് ഫ്രഷ് ആയിട്ടുള്ള പാലെടുത്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ പാട് നീക്കാത്ത പാലെടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇതേപോലെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചസാരൻ്റെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. ഇത് എനിക്ക് കറക്റ്റാണ് ഈ മധുരം. മിക്സിൻ്റെ ജാർക്ക് ഞാനൊരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങയുടെ പൊങ്ങി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അത് ഫുള്ളായിട്ട് 3 പൊങ്ങും കട്ട് ചെയ്തത് ഈ സമയത്ത് തന്നെ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നത്. പൊങ്ങിൻ്റെ അളവ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. നിങ്ങളെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് പൊങ്ങിൻ്റെ അളവ് കൂട്ടും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി ഒന്നുമില്ല, പാകത്തിനുള്ളൂ. ഇതേപോലെ തന്നെ 1/4 കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഞാൻ കുറേശ്ശെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കറക്റ്റാണ് കേട്ടോ മധുരം. പാലും പൊങ്ങും നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കൂടി നമുക്ക് അടിക്കുന്ന സമയത്ത് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് നമുക്ക് ഇതേപോലെ അടിച്ചെടുക്കണമെങ്കിൽ അടിച്ചെടുക്കാം. പൊങ്ങും പാലും പഞ്ചസാരയും അടിച്ചത് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നമുക്ക് ഇനി വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് വിപ്പിംഗ് ക്രീം വേറെ ബീറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഇതിൻ്റെ കൂടെ അടിച്ചെടുത്താലും മതി. വിപ്പിംഗ് ക്രീം ഞാൻ ഇതേപോലെ ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് പൊങ്ങിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് 1/4 കപ്പും കൂടി വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്യുന്നത്. നമുക്ക് കുറവ് തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ക്രീം ചേർത്ത് കൊടുക്കുക. വാനില എസൻസ് ഞാനൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് താല്പര്യം ഉണ്ടെങ്കിൽ വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കും ചെയ്യാം കേട്ടോ. ഇതൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ശരിക്കും നല്ലൊരു ഐസ്ക്രീമിൻ്റെ പോലത്തെ ഒരു ഫ്രൂട്ട് സലാഡായിട്ടാണ് തോന്നുന്നത്. ഈ ഫ്രൂട്ട് സലാഡിന് വേറെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇങ്ങനെ കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റ് തോന്നുന്ന ഒരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. നല്ല വേറെ ഡിഫറെൻ്റാണിത്. ക്രീം വിപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മളെ പൊങ്ങിൻ്റെ കസ്റ്റാർഡ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ കസ്റ്റാർഡ് എങ്ങനെ നന്നായിട്ട് തണുപ്പിച്ചിട്ടല്ലേ നമ്മൾ കഴിക്കണം, അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണ്ട കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉള്ളൂ. ഈ ക്രീം നമ്മൾ ഈ മിക്സിക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഈ മിക്സ് ചേർത്തതിൻ്റെ ശേഷം ഇതേപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുക. എല്ലാതും ഒരേപോലെ ഒന്ന് ബീറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. മിക്സ് ചെയ്ത സമയത്ത് കുറച്ച് ക്രീം കുറവുണ്ട്. ഞാനൊരു 1/4 കപ്പും കൂടി വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ 1/2 കപ്പോടത്തോളം നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതേപോലെ നമ്മൾ വേറെ സെപ്പറേറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യാനൊന്നും വേണ്ടിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കുന്ന സമയത്ത് തന്നെ വിപ്പിംഗ് ക്രീം അതിൻ്റെ കൂടെ തന്നെ അടിച്ചെടുത്താലും മതി കേട്ടോ. എന്നാലും നല്ല കസ്റ്റാർഡ് തന്നെ ആയിട്ട് വരും. കസ്റ്റാർഡ് ഞാൻ ഇതേപോലത്തെ ലൂസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി തണുത്ത് കഴിഞ്ഞാൽ ഇതിൽ ഒന്നും കൂടി തിക്കായിട്ട് വരും. നമ്മൾ സാധാരണ ഫ്രൂട്ട് സലാഡ് എങ്ങനെ ലൂസിലല്ലേ ഇരിക്കണം, ആ പാകത്തിനുള്ള തിക്കിൽ തന്നെ വരും ഇത്. നമുക്ക് ഇങ്ങനെ ഇതേപോലെ കവർ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മളെ താല്പര്യത്തിനനുസരിച്ച് തണുപ്പിച്ചെടുക്കുക. ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സുകളെല്ലാം കട്ട് ചെയ്ത് എടുക്കാം. ഞാൻ ഇതേപോലെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് താല്പര്യമുള്ള ആൾക്കാർക്ക് ചേർത്ത് കൊടുത്താൽ മതി, വേണമെങ്കിൽ ഒഴിവാക്കും ചെയ്യാതെ നിർബന്ധമുള്ളതൊന്നുമല്ല. ഞാൻ കുറച്ച് ബദാമും പിസ്തയും കാച്ചും എടുത്തിട്ടുണ്ട്. ആപ്പിൾ ഞാൻ ഇതേപോലെ ഒരെണ്ണെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മുന്തിരി ഇതേപോലെ ചെറിയ പീസായിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പപ്പായ ഇതേപോലെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഏതാ വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അനാറ് ഞാൻ ഇതേപോലെ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഓരോരുത്തർക്ക് എത്ര വേണ്ടോ അതിനനുസരിച്ച് ഏതാ കൂടുതൽ വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഈത്തപ്പഴം ഞാൻ ഇതേപോലെ ഒരു 5 എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണ് ഉള്ളത് അതിനനുസരിച്ച് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്തിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് സലാഡ് കഴിക്കാട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ്. കസ്റ്റാർഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ശേഷം നമുക്ക് ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കൂടുതൽ ഞാൻ ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഒരു 5-6 ആൾക്കാർക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട് സലാഡ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പാകത്തിന് നമ്മൾ അനാറ് ഇതേപോലെ ഇതിൽ ചേർത്ത് കൊടുക്കുക. അനാറ് ഈ ഫ്രൂട്ട് സലാഡിൽ വരുമ്പോൾ വേറെ ടേസ്റ്റാണ്. ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഉള്ളിലെ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കിയാൽ മതി. നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ മാത്രം ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റായിരിക്കും. ആപ്പിളൊക്കെ വരുമ്പോൾ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്താൽ നമ്മൾ പാകത്തിന് എത്ര ഫ്രൂട്ട്സ് വേണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേപോലെ പപ്പായ ഇതേപോലെ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഓരോരുത്തരുടെ വലുപ്പം തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ പീസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കുക.
പിന്നെ ഞാൻ ഈത്തപ്പായ ഞാൻ 5 കട്ട് ചെയ്തതും ഫുള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല, 5 കറക്റ്റാണ്. ഇനി കുറച്ച് നട്ട്സും തന്നെ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ചെറുതായി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ വേറെ ടേസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡ് കേട്ടോ. ആരും ഉണ്ടാക്കാതെ പോകരുത്, ഒന്ന് ഉണ്ടാക്കി നോക്കണത്. നമുക്കിനി പൊങ്ങും കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ പൊങ്ങ് 2 ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. പാൽ ഞാൻ ഇതേപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവ് നിങ്ങൾക്ക് കൂടുതൽ ജ്യൂസ് വേണമെങ്കിൽ പാലിൻ്റെ അളവ് കൂടുതൽ കൂട്ടി കൊടുക്കണം. ഇത് ശരിക്കും 2 ഗ്ലാസ് മാത്രമേ ഉണ്ടാക്കണുള്ളൂ. പാൽ ഞാൻ ഇതേപോലെ മിക്സിൻ്റെ ജാരക്ക് ഇതേപോലെ ഒരു കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ജ്യൂസിൻ്റെ അളവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിൻ്റെ അളവും പൊങ്ങിൻ്റെ അളവും നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. പൊങ്ങ ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. 2 പൊങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പാകത്തിന് 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് പിന്നെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ, പാൽ കുടിക്കാൻ വേണ്ടിയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇതേപോലെ ഈ പൊങ്ങിൽ അതേപോലെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കാനും വേണ്ടിയില്ലാണ്ട് കഴിച്ചോളും. നമുക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടത്. നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാട്ടോ ഈ ജ്യൂസ്. പിന്നെ ഞാൻ പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയണല്ല, ചെയ്ത് നോക്കാത്തുണ്ടെങ്കിൽ ചെയ്ത് നോക്കൊണ്ടു. ജ്യൂസ് ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലേക്കാണ് ഒഴിക്കണം കേട്ടോ. ഇങ്ങനത്തെ ബോട്ടിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് മടിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ അതിലാകുമ്പോൾ അവരിങ്ങനെ കുടിക്കുമല്ലോ. ഇതേപോലത്തെ ബോട്ടിലൊക്കെ ആക്കി കൊടുത്താൽ മതി. ഇങ്ങനത്തെ ബോട്ടിലൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അവർ കുടിക്കുമല്ലോ. ഇതേപോലത്തെ ഞാൻ 2 ബോട്ടിലാണ് കേട്ടോ ജ്യൂസ് ആക്കിയിട്ടുള്ളത്. എനിക്ക് 2 ബോട്ടിൽ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ കളർഫുള്ളായിട്ടുള്ള ബോട്ടിലാക്കി കൊടുത്താണ്ടല്ലോ കുട്ടികൾ എന്തായാലും സിപ്പ് ചെയ്ത് കുടിക്കുമല്ലോ, മടിയില്ലാണ്ട് കുടിക്കുമല്ലോ. ഫ്രൂട്ട്സൊക്കെ ചേർത്തതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ കസ്റ്റാർഡ് പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്തതിൻ്റെ ശേഷം നമുക്ക് വേറെ ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, പൊങ്ങുണ്ട്, പാലുണ്ട്. ഇത് നല്ലൊരു ആരോഗ്യത്തിന് ഗുണമുള്ള ശരിക്കും നല്ലൊരു ഹെൽത്തിയായ ഫ്രൂട്ട് സലാഡാണിത്. ഇതേപോലെ ആരെങ്കിലും ഫ്രൂട്ട് സലാഡ് ചെയ്ത് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കട്ടോ. നല്ലൊരു കിഡുമായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട് സലാഡ് കേട്ടോ. പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റ് ഉണ്ട്. ഈ ഫ്രൂട്ട് സലാഡ് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ. നല്ല ടേസ്റ്റി ആയുള്ള ഫ്രൂട്ട് സലാഡ് കേട്ടോ. പാകത്തിനുള്ള തിക്കാണ് ഈ കസ്റ്റാർഡിന്. പിന്നെ ഫ്രൂട്ട്സ് നമ്മൾ പറയണ്ടല്ലോ, പിന്നെ നട്ട്സ് ഉണ്ട്, പൊങ്ങുണ്ട്, ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമുള്ളതിൽ. പൊങ്ങ് വെച്ചിട്ട് ഞാൻ ഇതേപോലെ 2 ഐറ്റംസാണ് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട് സലാഡും ഇതേപോലെ ചെയ്തിട്ടുണ്ട്, ഇതേപോലെ ജ്യൂസും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും പൊങ്ങ് കാണും. പൊങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ മഴയല്ലല്ലോ, എല്ലാവരും തേങ്ങക്ക് എണ്ണ ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവരും വീട്ടിൽ പൊങ്ങുണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവരും.